നിങ്ങൾ ട്രംപിനെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പുള്ള അഭിമുഖീകരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഒന്നാം തരം കോമാളിയാണ്, ശുദ്ധ കോമാളി. എല്ലാവർക്കും അറിയാം കാശാണ് ട്രംപിനെ പ്രസിഡന്റാക്കിയത്. എന്താ കാര്യം? ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പരന്നു നടക്കുന്ന ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യം, പണമെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പണമുണ്ടോ, കാശുണ്ടോ, കാശുള്ളവൻ എന്തുമാകാം എന്ന നിലയിലേക്ക് വന്നു. കാശുള്ളവന് അധികാരികൾ കയ്യിലെടുക്കുന്നു. ട്രംപ് 2.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ കറൻസി കണക്കാക്കിയാൽ 2.5 ലക്ഷം കോടി രൂപ സ്വന്തമായി ആസ്തിയുള്ള ആളാ. അമേരിക്കയിലെ ഏതാണ്ട് ഏറ്റവും വലിയ പണക്കാരനാണ് ആര്? ട്രംപ്. ഈ മുതലാളി എങ്ങനെയൊക്കെയോ അമേരിക്കയിൽ അധികാരം പിടിച്ചെടുത്തു. അയാളാണ് എന്നിട്ട് പറഞ്ഞത് ഇസ്രയേലിന് എല്ലാ പിന്തുണയും, പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഇന്നും ഒരു രാജ്യമില്ല, ആ ജനങ്ങൾക്ക് എന്നാൽ പൗരാവകാശങ്ങൾ കൊടുത്തില്ല. ഇവിടുത്തെ സംഭവങ്ങളിലേക്ക് ഇതിൻ്റെ സമാനതകളാണ്. രാജ്യത്ത് അവരെ ഏതെങ്കിലും കാരണവശാൽ എങ്ങനെ, അവർക്ക് രാഷ്ട്രമില്ലെങ്കിൽ പോകട്ടെ, അവിടെ ജീവിച്ച് അവിടെ ജനിച്ചവർക്ക് പൗരാവകാശം കൊടുക്കണ്ടേ? ഇവിടത്തെ പോലെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത് പോലുള്ള പ്രതിസന്ധി പൗരാവകാശം നിഷേധിച്ചു ഇസ്രയേൽ. ആ ഇസ്രയേലുമായി ചേർന്ന് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ആ 2 പേരുമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരന്മാർ. 2 പേരാ. ഒന്ന് ട്രംപ് ജി, രണ്ടാമത്തേത് നമ്മുടെ നെതന്യാഹു ജി, മൂന്നാമത്തേത് നമ്മുടെ മോഡി ജി. ഈ 3 ആളുകളും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമപരമായ പ്രവർത്തനങ്ങൾ, ഐക്യരാഷ്ട്രസഭയെ കരുവാക്കിക്കൊണ്ട് ട്രംപ് കളിക്കുന്ന കളി, അമേരിക്ക കളിക്കുന്ന കളി, ഫലസ്തീനുകൾക്കെതിരിൽ ഇസ്രയേൽ കളിക്കുന്ന കളി, അതിന് സമാനമായ ഒരു കളി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് കളിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവുമൊക്കെ കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളുടെ ആഘാതമാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനോ ദ്രോഹകരമല്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു രാജ്യം ഇടപെടാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതിന് നമുക്കിന്നറിയാവുന്ന കൃത്യമായ പദമാണല്ലോ സാമ്രാജ്യത്വം. ലോകം മുഴുവൻ തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ആ അമേരിക്കയ്ക്ക് ആശയസ്രോതസ്സായി വർത്തിക്കുന്ന ഇസ്രയേലും ഒക്കെ ചേർന്നുകൊണ്ട് ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ പ്രതിസന്ധികൾ വളരെ ആഴമുള്ളതാണ്. അത് നമ്മളൊക്കെ ഇന്ന് കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ആ ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതെവിടെയും ആയിക്കൊള്ളട്ടെ, അത് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ, ഫലസ്തീനിൽ, ഇറാഖിൽ, പശ്ചിമേഷ്യൻ മേഖലകളിൽ, പാകിസ്ഥാനിലൊക്കെ, ലോകത്തിൻ്റെ ഏത് കോണിലെടുത്താലും ഇന്ന് ലോകത്തെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു കരം സാമ്രാജ്യത്വത്തിൻ്റേതുണ്ടെന്ന് നമുക്ക് കാണാം. അമേരിക്കയുടെ ലോകാധിപത്യ മനോഭാവത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന, ചേരിതിരിക്കുന്ന പ്രയാസകരമായ അനുഭവത്തിൻ്റെ ആഘാതങ്ങൾ ലോകമാകെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രതിസന്ധികൾ ലോകത്ത് മുഴുവനും പ്രതിസന്ധിയുണ്ട്. പക്ഷേ ലോകത്ത് മുഴുവനുമുള്ള പ്രതിസന്ധിയേക്കാൾ അപ്പുറം മുസ്ലിം ലോകത്തിൻ്റെ പ്രതിസന്ധി ഒന്ന് വേറെ തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്കാര്യം നമുക്കാർക്കും സംശയമില്ലാത്തതുമാണ്. ശത്രുവും മിത്രവും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രതിസന്ധി? മുസ്ലിമീങ്ങളാകെ പ്രതിസന്ധിയിലാണ്. സംശയമില്ലാത്ത കാര്യമാണ്. അതിനിടയിൽ ചില ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇസ്ലാം മതവും മുസ്ലിങ്ങളും അത്ര നല്ല പുള്ളികളാണെങ്കിൽ, നല്ലവരാണെങ്കിൽ ലോകത്ത് ഇത്രയും പ്രയാസവും പ്രതിസന്ധിയും മുസ്ലിങ്ങൾക്ക് വരാൻ എന്താ കാരണം? അങ്ങനെ വന്നുകൂടാത്തതല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ചില പ്രശ്നങ്ങളൊക്കെ, സമകാലിക പ്രശ്നങ്ങളോട് പ്രതികരിച്ചുകൊണ്ടൊക്കെ പറയും. അതിൻ്റെ അടിക്കുറിപ്പായി വരുന്ന പല കമൻറ്റുകളും വായിക്കുമ്പോൾ അതിലൊക്കെ ചോദിക്കുന്നത്,
മുസ്ലിമീങ്ങൾ നല്ലവരാണെങ്കിൽ അവർക്ക് മാത്രം ലോകത്തെന്താ അത്ര പ്രശ്നം എന്നൊരു ചോദ്യം ലോകത്തുയർന്നു വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ ചോദ്യങ്ങളാണ്, ജനങ്ങൾക്ക് സ്വാഭാവികമായും തോന്നിപ്പോകുന്ന ചില ചോദ്യങ്ങളാണ്. ചില ആളുകൾ ബോധപൂർവം ആ ചോദ്യങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി വിടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് ഇന്ന് ഒരു ഏകധ്രുവ ലോകം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം അവൻ്റെ ലോകമേധാവിത്വം മറ്റ് രാഷ്ട്രങ്ങളെ കൊണ്ട് ഐക്യരാഷ്ട്രസഭയിലൂടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായതൊന്നും ലോകത്ത് നടന്നുകൂടാ. ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവർ ഉപയോഗിക്കുന്നു. വീറ്റോ പവർ ഉപയോഗിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ 198 അംഗരാഷ്ട്രങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു കാര്യം തീരുമാനിച്ചാൽ അത് ലോക സാമ്രാജ്യത്വത്തിൻ്റെ അപ്പോസ്തലനായ തലവനായ അമേരിക്കയ്ക്ക് ഹിതകരമല്ലെങ്കിൽ അവനതിനെ വീറ്റോ ചെയ്യും. അവിടെ നീതി ന്യായവും പ്രശ്നമല്ല. ചുരുക്കത്തിൽ ലോകത്ത് നീതിക്കല്ല സ്ഥാനം, പിന്നെന്തിനാ? ആയുധ കൂമ്പാരത്തിനാണ്, കയ്യൂക്കിനാണ് കാര്യം എന്ന ഒരു സംസ്കാരം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഇന്ന് സാമ്രാജ്യത്വം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ കാട്ടിലെ കരിനിയമമായി നമ്മൾ തള്ളിക്കളഞ്ഞതായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത് കാട്ടിലെ കരിനിയമമാണ്. അത് നാട്ടിലുള്ളതല്ല, അത് മനുഷ്യർക്കുള്ളതല്ലെന്ന് പറഞ്ഞ് മാനവരാശി നിരാകരിച്ച ആ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ആശയത്തിന് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമ്പൂർണ്ണ പിൻബലമുണ്ട് എന്ന് വരുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് നീതിയാണോ? നമ്മൾ പ്രശ്നത്തെ ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തണം. ലോകം മുഴുവൻ നല്ല വഴിയെ പോകുമ്പോൾ കുറേ മുസ്ലിങ്ങൾ മാത്രം വഴിമാറിപ്പോകുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് ചില ആളുകൾ അറിഞ്ഞും ചില ആളുകൾ അറിയാതെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം ഇക്കാലത്തുണ്ടായേ പറ്റൂ എന്നാണ്. ബഹുമാന്യനായ ശ്രീ രാമഭദ്രൻ അവർ പറയുകയുണ്ടായി, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അടങ്ങാൻ പറ്റില്ല. ലോകോദ്ധാരണത്തിന് ഏറ്റവും സഹായകമായ ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥം കയ്യിലുള്ള മുസ്ലിമീങ്ങൾ അനീതി കണ്ടാൽ അനീതിയോട് സന്ധി ചെയ്യാതെ അനീതിയെ അനീതിയാണെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിച്ചു പറയാൻ ബാധ്യസ്ഥരായ ഒരു ജനത എന്ന നിലയിൽ ലോകം അനീതിക്ക് കീഴ്പ്പെടുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരിക മുസ്ലിങ്ങൾ തന്നെയാണ്. യാതൊരു സംശയമില്ല. ലോകം അനീതിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഇല്ലെന്ന് പറയാൻ വല്ലവർക്കും പറ്റുമോ? ലോകത്ത് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ലോകത്ത് അമേരിക്ക വെച്ച് പൊറുപ്പിക്കുമോ? നോക്കൂ, 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊരാളെയും തൻ്റെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ലോകത്തിൻ്റെ കൺമുമ്പിൽ, ലോകത്തൊരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം ജനസംഖ്യയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയാണെന്നാണ് പറയുക, ആ ക്രിസ്ത്യാനിറ്റിയോടൊപ്പം 2070 ആണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമീങ്ങളുടേതാകുമെന്ന് അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെൻറ്റർ വെളിപ്പെടുത്തിയതായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരികയും നമ്മുടെ കേരളത്തിലെ മന്ത്രി അത് എടുത്തു പറയുകയും ഒരു ടി വിക്ക് മുമ്പിൽ എടുത്തു പറയുകയും ഒക്കെ ചെയ്തത്, അത് മറ്റൊരു ടി വിയുമല്ല, ജനം ടി വി കൂടിയാ ഒക്കെ ചെയ്ത ആ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ജനസമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, അവർ ഭൂരിപക്ഷം വരുന്ന സുഡാൻ, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ, സോമാലിയൊക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരാൾ പോലും എൻ്റെ രാജ്യത്ത് പ്രവേശനം അനുവദിക്കില്ല എന്ന് പറയുന്ന നിലയിൽ വിസ അനുവദിക്കില്ലെന്ന് പറയും ലോകം നിയന്ത്രിക്കുന്ന ഒരു രാജ്യം പ്രഖ്യാപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രജകളും മോശക്കാരാണെന്നാണ്. അതാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആകുമോ? ഇപ്പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം ലോകത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോൾ എന്നിട്ടും ഇത്രയും വളരെ ഏകപക്ഷീയമായി, വിവേചനപരമായി, വർഗീയമായി ലോകത്തെ ഭിന്നിപ്പിക്കുന്ന വിധത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരിൽ ലോകത്ത് പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ പ്രതിഷേധം വരുന്നില്ല. എന്താ കാര്യം? ശക്തിക്ക് മുമ്പിൽ
അധികാരത്തിന് മുമ്പിൽ, ഭൂരിപക്ഷത്തിന് മുമ്പിൽ, അതുപോലെ തന്നെ ആയുധ കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ വാ തുറന്ന് മിണ്ടാൻ മാത്രം ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ആർജവമുള്ള നേതാക്കന്മാരും രാഷ്ട്രങ്ങളുടെയും എണ്ണം കുറയുകയാണ്. അതല്ലേ അതിന് കാരണം? വേറെ വല്ലതും ഉണ്ടോ? അല്ലേ എല്ലാവരും ഭൂരിപക്ഷം, ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിപക്ഷം ഒരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അമേരിക്ക വീറ്റോ ചെയ്യും എനിക്കിഷ്ടമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെന്ത് കാടത്തമാണ്, തീവട്ടിക്കൊള്ളയാന്ന് ചോദിക്കാൻ ആരുമില്ല ഇവിടെ. അപ്പം ലോകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് അനീതിയുടെ ഒരു ലോകം ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുകയാണ്. അത് അവസാന നാളിൽ സംഭവിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് നീതി സമ്മാനിക്കാൻ ഒരു വിമോചകൻ വരും. പിന്നീട് ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പുണ്യ റസൂലുള്ളാഹി പറയുകയുണ്ടായി, തംലഉൽ അർളു യംലഉൽ അർളു ജൗറം വളുൽമ, ലോകം അക്രമവും അനീതിയും കൊണ്ട് നിറയും. ലോകം അക്രമവും അനീതിയും കൊണ്ട് നിറയും. അക്രമമല്ലാതെ അനീതിയല്ലാതെ ലോകത്തില്ലാത്തൊന്ന് വരും. അക്രമത്തിനെതിരിൽ മിണ്ടാൻ ആളില്ലാതെ വരും. മിണ്ടുന്നവൻ്റെ പ്രതികരണ ശേഷിയെ നിർവീര്യമാക്കും, മിണ്ടുന്നവനെ ഭീകരനാക്കും, മിണ്ടുന്നവനെ തീവ്രവാദിയാക്കും. അങ്ങനെ എല്ലാവരും സ്വയം സുരക്ഷിതത്വത്തിന് വേണ്ടി ഭീരുത്വത്തിൻ്റെ മാളത്തിൽ ഒളിക്കുന്ന ഒരു കാലം ലോകം വരും. അന്ന് ലോകത്ത് അക്രമവും അനീതിയും തേർവാഴ്ച നടത്തും. ഹദീസ് അങ്ങനെയാണ്, തുംലഉൽ അർളു, ഭൂമി നിറയ്ക്കപ്പെടും, ജൗറം ളുൽമ, അക്രമവും അനീതിയും കൊണ്ട്. ലോകം നിറയ്ക്കപ്പെട്ടില്ലേ അക്രമവും അനീതിയും കൊണ്ട്? ലോകത്തെ എത്ര യുദ്ധങ്ങൾ, ഇറാഖിലടക്കം സദ്ദാം ഹുസൈൻ മാരകായുധം ഉണ്ടാക്കിയെന്ന്. സത്യത്തിൽ സദ്ദാം ഹുസൈൻ മാരകായുധം ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് പിന്നെ എല്ലാവരും പറഞ്ഞില്ലേ, സമ്മതിച്ചില്ലേ? അത് പറഞ്ഞൊരു രാജ്യത്തെ തകർത്തില്ലേ? ഒരു വലിയ പെരുന്നാളിൻ്റെ മുസ്ലിം ലോകം ആദരണീയമായി കാണുന്ന, മുസ്ലിം ലോകത്തിൻ്റെ ആഘോഷ ദിനമായ ഒരു ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ തിക്രീറ്റിൻ്റെ തെരുവിൽ, സദ്ദാം ഹുസൈനിൻ്റെ ജന്മദേശമായ തിക്രീറ്റിൻ്റെ തെരുവിൽ ആ രാജ്യത്തെ 25 കൊല്ലം ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആ രാജ്യത്തിൻ്റെ അധികാരിയായിരുന്ന ഒരു ഭരണാധികാരിയെ അദ്ദേഹം ആരോ 10-800 പേരെ, കുർദുകളെയോ ആരെയോ അദ്ദേഹം കൂട്ട കശാപ്പിന് വിധേയമാക്കി എന്ന ന്യായം പറഞ്ഞ്, അമേരിക്ക കൂട്ട കശാപ്പൊന്നും ആരെയും ചെയ്യുന്നില്ലല്ലോ, അല്ലേ? ഇല്ലല്ലോ. എന്ന ന്യായം പറഞ്ഞ്, ഇനി അത് ന്യായമാണ്, അതിൻ്റെ പേരിൽ ശിക്ഷിക്കണമെങ്കിൽ ആരാ ശിക്ഷിക്കണ്ടേ? അമേരിക്ക ശിക്ഷിക്കുന്നു. എങ്കിലും നമ്മളതും അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ തൂക്കുമരത്തിലിടുന്നത് ലോക മുസ്ലിമീങ്ങൾക്കെല്ലാം ബലിപെരുന്നാളായ ആഘോഷത്തിൻ്റെ ദിവസത്തിൻ്റെ ആ പെരുന്നാളിന് പള്ളി പോകുന്ന സമയത്ത് തന്നെ ആകണമെന്ന് എന്തായിരുന്നു അമേരിക്ക നിർബന്ധം? അങ്ങനല്ലേ സംഭവിച്ചേ? എന്തിനാണത്? മുസ്ലിം ലോകത്തെ ആവോളം പ്രകോപിപ്പിക്കാനും അവരുടെ വികാരത്തെ വ്രണപ്പെടുത്താനും, ഇവിടെ ചോദിക്കാനും പറയാനും ഒരുത്തനുമില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താലും ഒരു രാജ്യത്തിൻ്റെ 1/4 നൂറ്റാണ്ടിലേറെക്കാലം, അരനൂറ്റാണ്ടോളം പ്രസിഡൻ്റായിരുന്ന ഒരാളെ, ഒരു അറബി മുസ്ലിം രാജ്യത്തെ അവിടുത്തെ പ്രസിഡന്റിനെ ജയിലിൽ, അദ്ദേഹത്തെ ഒരു വിചാരണ നാടകം നടത്തി. പെരുന്നാളിൻ്റെ സുദിനത്തിൽ തൂക്കിലിട്ടാലെന്നല്ല, നിങ്ങളുടെയൊക്കെ പെരുന്നാൾ സന്തോഷത്തിൻ്റെ ദിനത്തിൽ തൂക്കിക്കൊന്നാൽ മിണ്ടാൻ ആരുണ്ടടാ എന്നായിരുന്നു അമേരിക്ക ചോദിച്ചത്. ആരും മിണ്ടിയില്ല. എന്താ അതിന് കാരണം? അക്രമം തേർവാഴ്ച നടത്തുന്ന ലോകമാണ്. അമേരിക്കയ്ക്കെതിരെ മിണ്ടിയാൽ ഒറ്റപ്പെടും. അപ്പം ലോകത്തക്രമം, അതിൻ്റെ കൂട്ടത്തിലാണ് ഐക്യരാഷ്ട്രസഭയിലെ വീറ്റോ പവർ കൂട്ടി വായിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് അവരെല്ലാം എടുത്ത നിലപാടിനെതിരിൽ അമേരിക്ക UN-ൽ US ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ്? ഇപ്പം എല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടിയല്ലേ? ജനാധിപത്യത്തിനെതിരിൽ ആരെങ്കിലും മിണ്ടിയാൽ അവൻ തീവ്രവാദിയാണല്ലോ. നമ്മളാരും ജനാധിപത്യത്തിനെതിരെ പറയാറുമില്ല. നമുക്കാർക്കും ജനാധിപത്യത്തോട് സ്നേഹം തന്നെയാണ്. പക്ഷേ ജനാധിപത്യത്തിനുണ്ടൊരു ദോഷം. ജനത്തിൻ്റെ ആധിപത്യമാണ് ജനാധിപത്യമെങ്കിൽ ജനം നല്ലവരാകുമ്പോഴേ ജനാധിപത്യം നന്നാവുള്ളൂ. നല്ല ജനമുള്ളിടത്തെ ജനാധിപത്യം നന്നാവൂ. ജനം ഭീകരന്മാരായാൽ ജനാധിപത്യം ഭീകരമാകും. ജനം വർഗീയവാദികളായാൽ ജനാധിപത്യം വർഗീയമാകും. ജനം കൊള്ളരുതാത്തവരായാൽ ജനാധിപത്യം മോശമായി മാറും. ദൗർഭാഗ്യവശാൽ ഏതാണ്ട് ആ വഴിയിലൂടെയാണോ നമ്മുടെ രാജ്യം പോലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് ലോകത്തക്രമം നടക്കുകയാണ്. ഇതിനോട് ആരാ പ്രതികരിക്കുന്നത്?
ഇതിനോട് പ്രതികരിക്കുന്നത് ഏതാനും ചില കോണുകളിൽ ചില മുസ്ലിം രാജ്യങ്ങളോ ചില മുസ്ലിം നേതാക്കന്മാരോ ചില മുസ്ലിം സ്ഥാപനങ്ങളോ ഒക്കെ ആകുമ്പോൾ മുസ്ലിമീങ്ങളെ ഭീകരരാക്കി അവതരിപ്പിച്ച് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്ന വളരെ ഭീകരമായ ഒരു ലോക സാഹചര്യം. ഇത് പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഇറാഖിലേക്ക് വരുമ്പോൾ, അത് ഫലസ്തീനിലേക്ക് നീളുമ്പോൾ, 10-70 കൊല്ലമായി ഫലസ്തീനികൾക്ക് രാജ്യം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് രാജ്യമില്ല. ഫലസ്തീൻ എന്നൊരു രാഷ്ട്രമില്ല. രാജ്യം പിടിച്ചെടുത്തവന് പതിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പിടിച്ചെടുത്ത് പതിച്ചു കൊടുത്തു ഇസ്രയേലിന്. അതല്ലേ ഇപ്പോഴും പിടിച്ചെടുത്ത് പതിച്ചു കൊടുക്കലൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതാണ് ഇതൊക്കെ. ഇങ്ങനെ നടക്കുമ്പോൾ രാജ്യം നഷ്ടപ്പെട്ടവർ പ്രതിഷേധിക്കും. അത് പ്രതിസന്ധിയാണ് ഇവിടെ. എന്നിട്ട് പ്രതിസന്ധി സൃഷ്ടിച്ചവൻ തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പ്രതിസന്ധി എന്ന്. പ്രതിസന്ധി നിങ്ങൾക്കല്ലേ ഉള്ളൂ എന്ന് അല്ലേ? ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഭരിച്ചപ്പോൾ ഇന്ത്യ രാജ്യം അതിനെതിരിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയില്ലേ? ആ സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ മഹാനായ നമ്മുടെ ഗാന്ധിജി ഇവിടെ പറഞ്ഞല്ലോ, ജാതി മതഭേദങ്ങൾക്ക് അതീതമായി നമ്മുടെ രാജ്യത്തെ യോജിപ്പിച്ച് നിർത്തിയ ആ മാതൃകാ പുരുഷൻ. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു. അവരൊക്കെ മതമേതാ നമുക്കറിയാം, മുസ്ലിമൊന്നുമല്ല. ഗാന്ധിജി നല്ല ഒന്നാം തരം സനാതന ഹിന്ദുവാണ്. ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റാണ്, കാശ്മീരി പണ്ഡിറ്റാണ്. പക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മതം നമുക്ക് പ്രശ്നമല്ല. ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഇന്നും സ്നേഹിക്കുക. ഒരു മുസ്ലിമിനോട് ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാരനൊന്നും ആകണമെന്നില്ല, ജവഹർലാൽ നെഹ്റുവിനോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ജവഹർലാലിനെ നമുക്കിഷ്ടമാണ്. ഗാന്ധിജി എന്ന രാഷ്ട്രപിതാവിന് ഇഷ്ടമാണോ? ഗാന്ധിജി എന്ന രാഷ്ട്രപിതാവിന് ഇഷ്ടമാണ്. ആർക്കാ ഇഷ്ടമല്ലാത്ത? ഇവിടെ നമുക്ക് വർഗീയതയില്ല. പക്ഷേ അങ്ങനെയുള്ള അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പൊരുതി. അന്ന് നമുക്ക് കുറേ പ്രതിസന്ധി വന്നു. ശത്രുവിനെ പുറത്താക്കാൻ, വിദേശ ആക്രമിയെ പുറത്തേക്ക് അയക്കാൻ നമുക്ക് പ്രതിസന്ധി ഉണ്ടായി. അതുപോലത്തെ പ്രതിസന്ധി ഫലസ്തീനികൾക്കുണ്ട്, അതുപോലത്തെ പ്രതിസന്ധി ഇറാഖികൾക്കുണ്ട്, അതുപോലത്തെ പ്രതിസന്ധി അഫ്ഗാനികൾക്കുണ്ട്. പ്രതിസന്ധികളുടെ പരിഹാരം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധിയും നമ്മൾ ആലോചിക്കണം. മുസ്ലിം ലോകത്തിന് പ്രതിസന്ധി വരുന്നു എന്നും പറഞ്ഞ് അത് മുസ്ലിം ലോകത്തിൻ്റെ ഇസ്ലാമിൻ്റെ തകരാറാണെന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നവരെ, പ്രതിസന്ധിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നവരാണ്. പ്രതിസന്ധി ഇല്ലെന്നല്ല, ഈ പ്രതിസന്ധി ഇസ്ലാമിന് പുത്തരിയുമല്ല, മുസ്ലിമീങ്ങൾക്ക് ഈ പ്രതിസന്ധി പുത്തരിയല്ല എന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറയാൻ വേണ്ടിയാ. അഫ്ഗാനിസ്ഥാനിൽ പ്രതിസന്ധിയായി ഇപ്പോഴും അതെ. അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിക്ക് എന്താ കാര്യം? അവിടെ ആദ്യം റഷ്യൻ ചെമ്പട കയറി, അവിടെ എന്നിട്ട് അവിടെ അധികാരം പിടിപ്പിറക്കി. നജീബുള്ള വന്നു. നജീബുള്ള ആ രാജ്യത്തേക്ക് കടന്നു വന്ന് നജീബുള്ളയെ ഉപയോഗിച്ച് സോവിയറ്റ് റഷ്യ ഇടപെട്ടു. സോവിയറ്റ് റഷ്യ ഇടപെട്ടപ്പോൾ അവർക്കെതിരിൽ അമേരിക്ക താലിബാൻ ആയുധം കൊടുത്ത് വളർത്തിയില്ലേ? താലിബാനെ സൃഷ്ടിച്ചു. താലിബാൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ, അവിടുത്തെ സ്റ്റുഡൻസ്, ഇസ്ലാമിക് സ്റ്റുഡൻസ്, മതവിദ്യാർത്ഥികൾക്ക് ആയുധം കൊടുത്ത് താലിബാനെ വളർത്തി. താലിബാന്റെ കയ്യിൽ ആയുധം കിട്ടിയത് അമേരിക്കയുടെ ആയുധമാണ്. പക്ഷേ സോവിയറ്റ് യൂണിയനെ ഇറക്കി വിടാൻ ആയുധം കൊടുത്തു. സോവിയറ്റ് യൂണിയൻ പോയി കഴിഞ്ഞപ്പോൾ, സോവിയറ്റ് യൂണിയൻ ഇറക്കി വിട്ടപ്പോൾ അവിടെ സഹായത്തിനെത്തിച്ചേർന്ന അമേരിക്കൻ പട്ടാളം അവിടെ നിലയുറപ്പിച്ചപ്പോൾ, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ പോകണം പുറത്തെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ സാമ്രാജ്യത്വം അവർക്കെതിരിൽ തിരിസന്ധിയായി. നമ്മൾ വായിച്ചിട്ട് ഇസ്ലാം പ്രതിസന്ധിയുടേതാണ്, ഇസ്ലാമിന് അതിജീവനം സാധ്യമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും അതിനെ പ്രവാചക പാതയിലൂടെ അതിജീവിക്കാമെന്നുള്ളത് ലോക ചരിത്രത്തിൻ്റെ പാഠമാണ് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ നമുക്കിന്ന് 2-3 പ്രശ്നങ്ങൾ നമ്മൾ വേട്ടയാടുകയാണ്. നമ്മുടെ രാജ്യത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര കസേരയിലിരിക്കുന്ന ആളുകളുടെ പിന്തുണയോടെ. എന്തിൻ്റെ പേരിലാണ്? മനുഷ്യൻ കഴിക്കേണ്ടുന്ന ഭക്ഷണം എന്താണെന്ന് തീരുമാനിച്ച് ബീഫ് കഴിച്ചൂടാ. ബീഫ് കഴിച്ചൂടെന്ന് മാത്രമല്ല, ബീഫ് കച്ചവടം നടത്തിക്കൂടാ. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ആകാമായിരുന്നു ഇന്നലകളിൽ. ബീഫ് കഴിക്കാൻ മേല, ബീഫ് കച്ചവടം നടത്താൻ പാടില്ല. അത് കഴിക്കുന്നവനെ തെരഞ്ഞു പിടിച്ച് കഴിക്കാത്തവനെയും കഴിക്കുന്നവനാക്കി മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ അത് കച്ചവടം നടത്തുന്ന ആളുകൾ എത്രയോ കാലങ്ങളായി ബീഫിൻ്റെ കച്ചവടം ഇവിടെ നടക്കുക. അവരൊക്കെ തെരഞ്ഞു പിടിച്ച് വളഞ്ഞു വെച്ച് രാജ്യമൊട്ടാകെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ ദുർബലപ്പെടുത്താൻ, തകർത്ത് കളയാൻ.
അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയരുതെന്ന് വരാൻ, അവരുടെ അന്തസ്സ് ഹോമിക്കാൻ രാജ്യത്തെ ഒരു വലിയ പ്രതിസന്ധി ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെതാണിപ്പോൾ, അല്ലേ? പാവപ്പെട്ട മാടുമായി യാത്ര ചെയ്തു പോയ അമ്മാവനെയും മരുമകനെയും രണ്ടുപേരെയും ആൾക്കൂട്ടം തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടി തൂക്കി. നമ്മുടെ രാജ്യം കണ്ടതാണ്. എന്തൊരു ഭീകരമായ കാഴ്ചയാണത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയടക്കം. എന്താണ് അവൻ ചെയ്ത തെറ്റ്? ഒരു ബീഫിനെ കൊന്നെന്നുള്ളതല്ല, ബീഫിനെ വാങ്ങിച്ചുകൊണ്ട് തെരുവിലൂടെ പോയി എന്ന ഒരൊറ്റക്കാർ പോത്തിനെ വാങ്ങിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും അവൻ്റെ അമ്മാവനെയും തല്ലിക്കൊന്ന് ഝാർഖണ്ഡിൽ മരത്തിൽ കെട്ടിത്തൂക്കി. ആ മൃതശരീരം മരത്തിൽ തൂങ്ങിയാടുന്ന കാഴ്ച നമ്മുടെ ഭാരതം കണ്ടു. അത് നടന്നത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഝാർഖണ്ഡിലുമുള്ളത്. ഈ രണ്ടുപേരും അതിനെതിരിൽ നടപടിയെടുക്കുന്നില്ല. അത് തെറ്റാണെന്ന് പറയാനൊന്നും മിണ്ടാൻ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം, എൻ്റെ ഭക്ഷണം അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ രാജ്യത്ത് മറ്റാർക്കും അവകാശങ്ങളുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധി. ഈ ഒരു പ്രതിസന്ധിയുണ്ട്. കൊല്ലുകയാണ് മനുഷ്യനെ. രണ്ടാമത് മനുഷ്യരെ ഇവിടെ നിന്ന് ആസമിലുള്ളതുപോലെ, അസം എന്താണ് പ്രശ്നം? അവനെ നാട് കടത്തുക. രാജ്യത്തെ പൗരന്മാരായി ഇന്നലകളിൽ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ജനിച്ചു ജീവിച്ചവർ, അവർ അതോടൊപ്പം തന്നെ നമ്മുടെ ഒന്നായി നിന്ന ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് 3 രാജ്യമാണ്. പക്ഷേ ഈ രാജ്യം 3 അല്ല, നമ്മുടെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഒന്നായി നിന്ന നമ്മുടെ ഇന്ത്യയെ സ്വാതന്ത്ര്യം നമ്മൾ വിദേശികളോട് ചോദിച്ച് മേടിച്ചപ്പോൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയതിൻ്റെ പക തീർക്കാൻ വേണ്ടി നമുക്കൊരിക്കലും സ്വൈരത്തോടു കൂടി ജീവിക്കാൻ കഴിയാതിരിക്കാൻ ആ സ്വാതന്ത്ര്യം കിട്ടിയ അന്നത്തെ രാത്രിയിൽ നമ്മളെ 2 രാജ്യമാക്കി വിദേശികൾ വെട്ടിപ്പിളർന്നു, അല്ലേ? പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുക. ഇതൊന്നും കൊണ്ട് ഈ പ്രതിസന്ധികൾ കണ്ട് പതറേണ്ടവരല്ല മുസൽമാൻ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ മുസ്ലിമിന് സ്വർഗമായിരിക്കുമെന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങ് മുസ്ലിമായാൽ ഇവിടെ സ്വർഗം കിട്ടുമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. മുസ്ലിമായിട്ട് എന്തേ ഇവിടെ സ്വർഗമില്ലാത്ത എന്ന് ചോദിക്കുന്നുണ്ട്. മുസ്ലിമിന് സ്വർഗം കിട്ടുന്നത് മരണാനന്തര ജീവിതത്തിലാണ്. അദ്ദുന്യാ സിജുനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ഈ ഭൗതിക ലോകമെന്നുള്ളത് സത്യവിശ്വാസിക്കൊരു തടവറയാണ്, ഒരു വിശാല ജയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു വിശാല ജയില, തുറന്ന ജയില എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളത്ര സ്വാതന്ത്ര്യം മുസ്ലിമിനോട് ഉണ്ടാവില്ല. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അതേ സ്വാതന്ത്ര്യം ഉണ്ടാകൂല. കാരണം എന്താ? അവന് മറ്റുള്ളവർക്ക് കഴിക്കാവുന്നതെല്ലാം മുസ്ലിമിന് കഴിച്ചൂടാ, മറ്റുള്ളവർക്ക് കുടിക്കാവുന്നതെല്ലാം മുസ്ലിമിന് കുടിച്ചൂടാ. അങ്ങനെ പലതിലും നിയന്ത്രണങ്ങൾ അച്ചടക്കം പാലിക്കേണ്ട ഒരു മുസ്ലിം ഈ ലോകത്തൊരു തടവറയിൽ എന്ന പോലെ ജീവിക്കുമ്പോൾ വജന്നത്തുൽ കാഫിർ, ഒരവിശ്വാസിക്ക് വിലക്കുകളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത ഒരു ലോകമായിരിക്കും ഇവിടെ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഈ ലോകത്ത് വന്നു എന്നത് കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു കുറവാണ്, ഇസ്ലാമിൻ്റെ പരാജയത്തിൻ്റെ സൂചനയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, പ്രതിസന്ധികളിലല്ലാതെ ഇസ്ലാം ഒരു കാലത്തും വളർന്നിട്ടില്ല, നിലനിന്നിട്ടില്ല, പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ്.